കൂട്ടത്തിനെതിരെ പോകുന്ന കേസുകളൊക്കെ കാണുന്നുണ്ടല്ലോ. CPM അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ CPMന്റെ MLA ആയിരുന്ന മുകേഷിനെതിരെ സമാന സാഹചര്യത്തിലുള്ളൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്ന CPM എന്തുകൊണ്ടായിരിക്കും മുകേഷിന്റെ രാജി ആവശ്യപ്പെടാത്തത്? അവിടെയൊക്കെ പൊളിറ്റിക്കൽ പ്രശ്നമായിരിക്കണം. പക്ഷെ അത് നമുക്ക് ജനങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണല്ലോ രണ്ടു കൂട്ടരും കാണിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും രാജിവെക്കട്ടെ, മാതൃ കാണിക്കട്ടെ, അതിലേ നല്ലത്. പാർട്ടികൾ തമ്മിലുള്ള ചില വിരോധങ്ങൾ ആയിരിക്കും, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ രണ്ടുപേരും ചെയ്ത കണക്കിന് തെറ്റ് തന്നെയാണ് ആരും. രാഹുലിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? അത് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് പറയാൻ, നാട്ടുകാർ അത്രയും പറയുമ്പോഴത്തേക്ക് അത് ശരിയായിരിക്കും എന്നല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇത് ചെയ്ത് അയാളെ ജയിപ്പിച്ചത് വരുന്ന എല്ലാ പീഡന കേസും അങ്ങനെ CPM എടുക്കുന്ന നിലപാട് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സ്വന്തം MLA രാജിവെക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ എതിർ പാർട്ടിയിൽ ഒരു MLA സമാന കേസിൽ വരുമ്പോൾ രാജിവെക്കണമെന്ന് പറയുന്നു. ആ CPMന്റെ ആ ഒരു നിലപാട് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? തെറ്റാണ്. സ്വന്തം പാർട്ടിയിലുള്ള ഒരു നേതാവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുള്ളിനെ രാജിവെപ്പിച്ചിട്ടല്ലേ മറ്റുള്ളവരോട് പറയാനുള്ളത്. അതിനോട് യോജിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന കേസ് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല നേരത്തെ തൊട്ട്, ഇവരെ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാം കള്ളം. അങ്ങനെയാണ് ഈ പിണറായി ഈ സ്വർണ്ണ കള്ളക്കടത്ത് വന്നപ്പോൾ അതിലെന്തിരി ചെയ്ത് അതിൽ ഒരു മുക്കം അന്തരിയായി. എൻ്റെ പേരിലാണത്. എന്താ ഇത് തന്നെ കള്ളന്മാർ.